കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ജമായത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസിനുള്ള ബന്ധം വലിയ വിവാദ വിഷയമാണല്ലോ. CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും നിരന്തരം എടുത്ത് ആക്രമിക്കുന്ന ഒരു ആയുധം, അല്ലെങ്കിൽ നിരന്തരം കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്നൊരു ആയുധമാണ് ജമായത്ത് ബന്ധവും വെൽഫെയർ പാർട്ടി ബന്ധവും. ജമായത്ത് ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയെന്ന് CPM ആരോപിക്കുന്ന ബന്ധം യഥാർത്ഥത്തിൽ CPM-ന് ഈ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയൊരു ആയുധം തന്നെയാണ്. അത് മുസ്ലിം ലീഗിന് നന്നായി മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം, KM ഷാജിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഈ ജമായത്ത് വെൽഫെയർ പാർട്ടി ബന്ധത്തെ എതിർക്കുന്നത്. UDF ഒരു കാരണവശാലും ജമായത്തും വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ടാക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന അണികളും നേതാക്കളും മുസ്ലിം ലീഗിൽ ധാരാളമുണ്ട്. മാത്രമല്ല, സമസ്തയിലെ വലിയൊരു വിഭാഗവും ജമായത്ത് ഇസ്ലാമിക്ക് എതിരാണ്. KM ഷാജിയെപ്പോലുള്ളവരും ജമായത്ത് ഇസ്ലാമി ബന്ധത്തിനെതിരെ കടുത്ത നിലപാട് എടുക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് സഖ്യമുണ്ടാക്കുന്നത് അത്ര നല്ല കാര്യമല്ല, അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടിലാണ് KM ഷാജിയെപ്പോലുള്ള ലീഗ് നേതാക്കൾ എത്തി നിൽക്കുന്നത്. ലീഗിന് സ്വന്തമായി മുസ്ലിം രാഷ്ട്രീയത്തിലൊരു സ്വാധീനമുണ്ടെന്നും ഒരു സ്ഥാനമുണ്ടെന്നും പിന്നെ എന്തിനാണ് ഈ വെൽഫെയർ പാർട്ടി പോലുള്ള പാർട്ടികളെ വലിച്ചുകൊണ്ടുവന്ന് അവരുടെ പ്രവൃത്തിയുടെ പാപഭാരം കൂടി മുസ്ലിം ലീഗ് ഏറ്റെടുക്കേണ്ടെന്നുമാണ് ഷാജിയെപ്പോലുള്ളവർ ചോദിക്കുന്നത്. മുസ്ലിം ലീഗിനെ പിന്തുണയ്ക്കുന്ന ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ മതപണ്ഡിത സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതായത് സമസ്ത, ഈ ജമായത്ത് ബന്ധത്തെ തുടക്കം മുതലേ എതിർത്തുകൊണ്ടിരുന്നു. സമസ്തയും ജമായത്തെ ഇസ്ലാമിയുമായി കീരിയും പാമ്പും പോലെയാണ്. ജമായത്തിൻ്റെ ഒരു ആശയങ്ങളും ആശയഗതികളും സമസ്ത അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ സമസ്ത പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം വിഭാഗത്തിലെ വലിയ ഒരു അളവോളമുള്ള അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷമുള്ള സുന്നി വിഭാഗം അംഗീകരിക്കുന്നില്ല. സുന്നികൾക്ക് എതിരാണ് ജമായത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ സമസ്ത കടുത്ത നിലപാട് ജമായത്തെ ഇസ്ലാമിക്കെതിരെ എടുക്കുന്നുണ്ട്. പൊതുവെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഭൂരിപക്ഷമുള്ള സുന്നികൾ പൊതുവായി സമാധാനശീലരും ശാന്തശീലരും മറ്റു മതവിഭാഗങ്ങളുമായി സഹവർത്തിത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്നവരുമാണ്. 99% കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ സുന്നികളാണുള്ളത്. അവരാകട്ടെ മറ്റ് സാമുദായിക വിഭാഗങ്ങളുമായി നല്ല ബന്ധത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ വലിയ സാമുദായിക അല്ലെങ്കിൽ ആശയപരമായ കടുംപിടുത്തങ്ങൾ ഇല്ലാത്തവരുമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം മതവിശ്വാസി എങ്ങനെ ജീവിക്കണമെന്നുള്ള കൃത്യമായ ധാരണ സുന്നി മതവിശ്വാസിക്കുണ്ട്, അല്ലെങ്കിൽ സുന്നി ഇസ്ലാം മതവിശ്വാസിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജമായത്തിനെ തങ്ങൾ കടുത്ത നിലപാടോട് എതിർക്കുന്നതെന്നാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോലുള്ള സംഘടന പറയുന്നത്. ഏതായാലും UDF-ന് ഇത്തരത്തിലൊരു പേരുദോഷം ഉണ്ടായത് ലീഗിലെ KM ഷാജിയെപ്പോലുള്ളവർക്കും അതോടൊപ്പം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്തയ്ക്കുമെല്ലാം ഒരു എതിർപ്പ് ഉളവാക്കിയിട്ടുണ്ട്. ലീഗും കോൺഗ്രസും ഒരു കാരണവശാലും ജമായത്തെ ഇസ്ലാമിയുമായി അടുക്കേണ്ട യാതൊരു കാര്യമില്ല, വെൽഫെയർ പാർട്ടിയുമായി അടുക്കേണ്ട യാതൊരു കാര്യമില്ല. അനാവശ്യമായി പിണറായി വിജയനും CPM-നും ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ ഇതുവഴി ചെയ്തുള്ളൂ എന്നും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ CPM-ഉം വർഷങ്ങൾക്ക് മുമ്പ് CPM-ഉം വെൽഫെയർ പാർട്ടിയും തമ്മിലുണ്ടാക്കിയ ബന്ധം എടുത്തു കാണിച്ച് അതിന് മറുപടി നൽകാൻ പോലും കാര്യമായി കോൺഗ്രസിനോ UDF-നോ മുസ്ലിം ലീഗിനോ കഴിഞ്ഞില്ല എന്നാണ് അവിടെയുള്ള നേതാക്കൾ പലരും വിശ്വസിക്കുന്നത്. ഇക്കാര്യത്തിൽ CPM-ൻ്റെ അജണ്ടയിൽ അല്ലെങ്കിൽ CPM-ൻ്റെ ചൂണ്ടയിൽ ചെന്ന് ചാടിക്കൊടുത്തു എന്നാണ് CPM ഉണ്ടാക്കിയ ആ നരേഷനൊപ്പം കോൺഗ്രസിനും ലീഗിനുമൊക്കെ സഞ്ചരിക്കേണ്ടി വന്നു. അങ്ങനെ CPM-ൻ്റെ ആയുധം ജമായത്ത് ബന്ധം, കോൺഗ്രസ് UDF ജമായത്ത് ബന്ധമെന്ന ആയുധത്തെ അല്ലെങ്കിൽ ആ ഒരു ആരോപണത്തെ നന്നായി CPM ഉപയോഗിച്ചപ്പോൾ ഒന്നും ചെയ്യാനാവാതെ UDF ലീഗ് നേതാക്കൾ നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന വിമർശനം. ഏതായാലും ഇനി വെൽഫെയർ പാർട്ടിയുമായും ജമായത്തുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊരു പുനരാലോചന വേണമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗും സമസ്തയും.